കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കേരളത്തിൽ ചർച്ച ചെയ്ത അന്തിമമാക്കിയ പട്ടിക യോഗം പരിഗണിക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ നേതാക്കൾ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തി. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് നീക്കം. എംപിമാർ മത്സരിച്ചേക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. സ്ഥാനാർത്ഥിത്വം ആരും സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സിറ്റിംഗ് MLA-മാർ, സംവരണ സീറ്റുകൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കേരളത്തിലെ പട്ടിക ചർച്ച ചെയ്ത് ഇതിലൊരു അന്തിമ പട്ടികയ്ക്ക് യോഗം തീരുമാനമാക്കും, അല്ലെങ്കിൽ ഈ ഒരു പട്ടിക പുറത്തുവിടുമെന്നതാണ് വരുന്ന വിവരം. ഇന്ന് തന്നെ ഈ ഒരു അന്തിമ പട്ടികയിൽ ഒരു ധാരണയാകും എന്നതാണ് സൂചന. യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ നേതാക്കൾ നിർണായക കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയുന്നത്. MPമാർ മത്സരിച്ചേക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനവും ഉണ്ടാകും. സ്ഥാനാർത്ഥിത്വം ആരും സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. സിറ്റിംഗ് MLA-മാർ, സംവരണ സീറ്റുകൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയേക്കും.